നമസ്കാരം. ഞാൻ നമ്മുടെ സിന്ധുവിന്റെ ബ്രോ ആണ്. നമ്മുടെ നാട്ടുകാരനാണ്. എൻ്റെ ഒരു സുഹൃത്തിന്റെ വൈഫാണ്. ഒരു കുടുംബമാണ് ഞങ്ങള്. അവർക്കൊരു ലാപ്ടോപ്പ് എടുക്കണം എന്നൊരു ആഗ്രഹം തോന്നി. അപ്പൊ ആദ്യം സിന്ധുവിന്റെ മുഖമാണ് ഓർമ്മ വന്നത്. കാരണം എനിക്കറിയാം അവള് വർഷങ്ങളായിട്ട് ഇവിടെ അറിയാൻ പറ്റും. ഈ കട ഞാൻ ഷോപ്പ് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എന്തായാലും ഞാൻ ആഗ്രഹിച്ചാണ് സിന്ധുവിന്റെ കടമിന് എടുക്കുന്നത്. ഞാൻ തീരുമാനിച്ചത് അതുകൊണ്ട് സാറിന് എനിക്ക് പരിചയപ്പെടാൻ പറ്റി, ഷോപ്പ് കാണാൻ പറ്റി. ലാപ്ടോപ്പ് എന്തായാലും എടുത്തിട്ട് പോകുന്നു. ഞാൻ ഇന്ന് തീരുമാനിച്ച നാളേക്ക് വെക്കും, ഇന്ന് തന്നെ എടുക്കും. നന്നായി. സാറിന്റെ പേര്? എന്റെ പേര് ബാലേന്ദ്രൻ എന്നാണ്. വീട് ഇവിടെ കിഴക്കുംപാട്ട് അറിയാം. അപ്പുറത്തേക്ക് വൈഫല്ലേ? അവിടെ വൈഫാണ്. അവിടെ സർവീസും കാര്യങ്ങളെല്ലാം അവിടെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് വേണം, കുട്ടികൾക്ക്, അതുപോലെ മറ്റ് മുതിർന്നവർക്ക്, ബിസിനസ്സുകാർക്ക്, ഗ്രാഫിക്സ് ഡിസൈനേഴ്സിന് വേണ്ട എല്ലാ ടൈപ്പ് ഓഫ് ലാപ്ടോപ്സുകളും ഇവിടെ ഉണ്ട്. വർഷങ്ങളായിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റിന് നമ്മൾ നല്ല സർവീസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ആ സർവീസാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു സ്ട്രെങ്ത്. അപ്പോൾ എന്ത് കംപ്ലൈൻറ്റ് വന്നാലും നമ്മളിവിടെ സർവീസ് മാനേജർ ഉണ്ട്, ബാക്കി എല്ലാ സർവീസ് ടെക്നീഷ്യൻസും ഉണ്ട്. നല്ല എല്ലാ ടൈപ്പ് ഓഫ് വർക്കുകളും അവർ നന്നായി ചെയ്യും. കസ്റ്റമർ ബുദ്ധിമുട്ടില്ല വാങ്ങിച്ചു കഴിഞ്ഞാൽ. സിന്ധുമോളെ കുറിച്ചുള്ള അഭിപ്രായം സാർ പറഞ്ഞാൽ എങ്ങനെയുണ്ട് ആള്? പുലി സിന്ധു എനർജറ്റിക് എന്ന് പറഞ്ഞാൽ കൂടുതൽ എനർജി ആയിട്ടുള്ള പ്രശ്നമുള്ളൂ. സാധാരണ എനർജി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എപ്പോഴും എനർജി ഉണ്ടാവും, ഇങ്ങനെ എന്താ പറയുക, ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുക ആള്. അപ്പൊ അത് ആ ഒരു വൈബ് ഉണ്ട്. അത് നല്ലൊരു കാര്യമാണ്. സെയിൽസ്മാനിന് വേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും ത്രില്ലായിട്ട് നിൽക്കുക. കസ്റ്റമർ 9 മണിക്ക് വരും, 9:30 9 മണിക്ക് വരും. കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ ലീവൊക്കെ വളരെ അപൂർവങ്ങളിൽ എടുക്കാറുള്ളത്. അങ്ങനെ ലീവിന്റെ കാര്യം കുറിച്ച് ഞങ്ങൾ സംസാരിക്കാറില്ല. ലീവ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഓക്കെ നേരത്തെ അതിനുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ആളുകൾ വന്നത് ചെയ്തു കൊടുക്കും. സർവീസ് സെന്റർ സർവീസ് സെന്റർ.